ഹായ്, ഇന്ന് ഞാനൊരു മീൻ കറിയാണ് കാണിക്കുന്നത്. തേങ്ങ വറുത്ത മീൻ കറി, വറുത്തരച്ച് വെച്ച മീൻ കറിയാണ് കാണിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യൽ മീൻ കറിയാണ്. പിന്നെ വന്നിട്ട് ഇത് ഏത് മീനും ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഇത് വന്നിട്ട് കൊഞ്ച് മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, പിന്നെ 4-5 ചെറിയ ഉള്ളി, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, 1.5 സ്പൂൺ മല്ലി, പച്ചമല്ലി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വറുക്കണം. തീ സിമ്മിൽ വെച്ചിട്ടാണ് വറുക്കാനുള്ള. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലവണ്ണം മുരിഞ്ഞ് വരും. മുരിഞ്ഞ് എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരും. നല്ല ടേസ്റ്റ് കൂടും കറിക്ക്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ അരച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇനി പുളി വെള്ളത്തിലിട്ട് വെക്കണം ആവശ്യത്തിന്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, തക്കാളി, പിന്നെ ആവശ്യത്തിനുള്ള മുരിങ്ങക്കായും പിന്നെ കത്തിരിക്കയും ഇടുന്നുണ്ട് ഇതിൽ. ഈ ചട്ടി വെച്ച് ചൂടായതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് 1 സ്പൂൺ ഉലുവ ഇട്ടതിന് ശേഷം ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും, പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റാം. അതിനുശേഷം നമുക്ക് അരപ്പൊഴിക്കാം. അരപ്പും പിന്നെ പുളിയും ഒഴിച്ചതിന് ശേഷം ഉപ്പും ഇടാം. ഇട്ടൊന്ന് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടാം. ഇതൊക്കെ ഇട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വെജിറ്റബിൾസ് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കൊഞ്ചിടാം. ഏത് മീനും ഇതുപോലെ കറി വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ വെച്ച് നോക്കുക. ഇനി കൊഞ്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെമ്മിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീൻ കറി ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. അടച്ചു വെച്ച് തണുത്തതിന് ശേഷം എടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി. ഏത് ഫിഷും ഇങ്ങനെയാണ് വെക്കുന്നത്, മുളക് കറി. താങ്ക്സ് ഫോർ വാച്ചിങ്.